ഒരു വൈന്, ചെണ്ട്, ലെഗിങ്. ഇന്നാണ് നമ്മുടെ കല്യാണം. ഞങ്ങൾ രാവിലെ ഒരു 3 മണിക്ക് ഉറങ്ങിയിട്ട് ഇത് റെഡിയാകാൻ പോകുന്നത്. ഞാനപ്പോൾ ഹെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ, മേക്കപ്പ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. 3 മണിക്കാണ് കല്യാണം. ഇപ്പോൾ മണി 12. ഞാൻ തയ്ച്ചത് വാങ്ങിക്കാൻ പോകുന്നുള്ളൂ. ഇനി ഞാൻ ഒരുങ്ങി ചെന്നിട്ട് വേണം ബിനുവിനെ ഒരുക്കാനായിട്ട്. പിന്നെ റോസ് നല്ലോണം തയ്ക്കുന്നുണ്ട്. കാരണം ഇതിൽ അത്താഴത്തിനൊക്കെ അടിപൊളിയായിരുന്നു ഡ്രസ്സ്. എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം, ഒരുങ്ങണതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും നടക്കാനുള്ള ഭയങ്കര തിരക്ക്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്ന് ചേച്ചിക്ക് എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നന്ദി ഉണ്ടാവണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും അമ്മച്ചിയാണ് റെഡി ആകാൻ പോയത്. ഇത്തവണ ഞാനും ഷാനിയായി. അങ്ങനെ കഴിഞ്ഞ എൻഗേജ്മെൻറ്റിന് ഞാൻ ഒരുങ്ങാൻ വന്ന സെയിം സ്ഥലത്ത് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാനിന്ന് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഹെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനും ആൻറ്റിയും ഉണ്ട്. ഹെയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കോസ്റ്റ്യൂമിന് നല്ല രീതിയിൽ ചേരുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് അത് ലാസ്റ്റും ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ടുപേരും ബന്ധക്കോസ്തേനൊക്കെ പോലെ ഉണ്ടല്ലോ നമ്മൾ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഓൾറെഡി തിരക്കായിരുന്നു. വിനുവിനെ ഒരുക്കിയിട്ട് ഞാൻ എന്തൊക്കെയോ കൈ കിട്ടിയതൊക്കെ വെച്ചിട്ട് ഒരു മേക്കപ്പ് തട്ടിക്കൂട്ടി ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എൻ്റെ ലുക്കും മേക്കപ്പും ഹെയറും എല്ലാം. ഞങ്ങളുടെ രാജ്യത്തിലാണ് ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. From a heartbreak, been through it all, but now it's time to go our separate ways. There's a first for everything. അങ്ങനെ ഞങ്ങൾ വായു പിടിച്ചാണ് പള്ളിയിൽ ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പെൺവീട്ടുകാരെത്തിയിട്ടില്ല. അവർക്ക് ചെറിയ രീതിക്ക് ബ്ലോക്ക് കിട്ടി. ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടി. കാരണം ഇടപ്പള്ളിയിലൊക്കെ പെരുന്നാളായതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു. ചെന്ന് ഞങ്ങൾ വായിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കാര്യം പറയേണ്ട കാര്യമില്ല. അടിപൊളിയാണ് രണ്ടുപേരും കാണാൻ. നേരത്തെ പോലെ തന്നെ രണ്ടാൾക്ക് നല്ല രീതിക്ക് ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണവും കെട്ടൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ അവസാനിച്ചു. സുന്ദരിയായിട്ടല്ലേ അത് ഫസ്റ്റ് എടുത്തേക്കാം. 5 മിനിറ്റ് എടുക്കാൻ പോലെ മാറും. കുഴപ്പമില്ലല്ലോ എൻ്റെ മേക്കപ്പിന് ഞാൻ തന്നെ ചെയ്താ. അപ്പം 3 മണിക്കായിരുന്നു നമ്മുടെ കുർബാന. അത് കഴിഞ്ഞിട്ട് 6 മണിക്കാണ് നമ്മൾ ഇൻവിറ്റേഷനിൽ റിസപ്ഷൻ കൊടുത്തിരിക്കുന്നത്. കുർബാന കഴിഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളൊക്കെ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ബാക്കി എല്ലാവരും 6 മണിയോടുകൂടിയേ എത്തുള്ളൂ. അപ്പം നമ്മുടെ ഹാളിൻ്റെ പരിപാടികൾ, ഡെക്കറേഷൻസ് ഒക്കെ അവിടെ നടക്കുന്നേ ഉള്ളൂ.
ഒരു 6:30 അടുത്ത് നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ടായി. Coming through the years left in the dust, but after all the lessons learned, it would end the both of us. There's a first for everything, like a hand. അങ്ങനെ പരിപാടി സ്റ്റാർട്ടായി. അധികം ആളില്ലാത്തൊരു സമയം നോക്കി നമ്മൾ ചെക്കനും പെണ്ണിനും കുറച്ച് ഫുഡ് കൊടുത്തു. കാരണം കുറേ നേരം നിൽക്കേണ്ടതാണ്. മാത്രമല്ല പെൺകുട്ടി ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അത്രയും ലോങ് ട്രാവൽ ചെയ്ത് വന്നിട്ട് അവൾ ആകെ ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു. ഫ്രണ്ട്സൊക്കെ വന്ന് എന്നാൽ പിന്നെ നമുക്കിനി ഡാൻസ് കളിക്കാമല്ലേ.
കല്യാണമൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇവരിറക്കിയിട്ട്. അവരുടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് അവിടെ. വീട്ടിൽ പോവാം ഗൈസ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു പറയൂ. നമ്മളിപ്പോ പെണ്ണിനെയും ചെറുക്കനെയും കൂടെ നമ്മുടെ വീട്ടിൽ കൊണ്ട് കയറ്റാൻ പോകണം. അടക്കം പൊട്ടിക്കാൻ വെള്ളം That girl is a runner. She was born to get away. Hear that two-tone humming, headed out to the highway. I should have seen it coming through the years left in the dust. But after all the lessons learned, it would end the both of us. There's a first for everything, like a hand holding mine. Now I'm left here with the pain from her I love you goodbye. And though it hurts to watch my whole world become the woman she would be, the thing that I forgot would set her free. I taught her how to leave. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണൊക്കെ വീട്ടിൽ വന്ന് കയറി. ഇനി അവർക്ക് മധുരം കൊടുക്കാനുള്ള പരിപാടിയാണ്. അവിടെ തന്നെ എത്തിച്ചു കൊടുത്തോ. കൈ എത്തിച്ചു കൊടുത്തോ. 18 in the summer, man, it feels like yesterday. When she was looking out that window on the bus to second grade, the first step she'd ever take, the first cut from a heartbreak. Been through it all, now it's time to go our pain from her I love you goodbye. And though it hurts, അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ച് പെണ്ണിനെ നമ്മുടെ കയ്യിലാക്കിയിട്ട് അവർ വീട്ടുകാരൊക്കെ പോയി. ഞങ്ങളുടെ മണവാട്ടിയുടെ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ്.
അങ്ങനെ ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കിയ ശേഷം ഇനി പുറത്ത് കാര്യമായിട്ടുള്ള ഗാനമേള ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പരിപാടി തീരണം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചെക്കനും പെണ്ണിനും മണിയറയിൽ കയറാനും ഉറങ്ങാനൊന്നും പറ്റൂല. അതുകൊണ്ട് നമ്മൾ അവരെ വേഗം പാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. സന്ധിക്കും വരെ വണക്കം. അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിപ്പിച്ച് ചെക്കനെയും പെണ്ണിനെയും നമ്മൾ മണിയറയിലേക്ക് കയറ്റാൻ പോവുകയാണ്. അതോടുകൂടി നമ്മുടെ പരിപാടിയും കല്യാണവും എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ കല്യാണവും കളവാണോ ഒക്കെ കഴിഞ്ഞെന്നുള്ള സങ്കടത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.